ഹായ് ഫ്രണ്ട്സ്, വിൻഡോസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പർ ചോദിച്ചിരുന്നു, നമ്മൾ ഐബ്രോ ത്രെഡിങ് ഞാൻ കാണിച്ചത് അവർക്ക് അത്ര ക്ലിയർ ആയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നുള്ള മേക്കപ്പിന്റെ വീഡിയോയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളൊരു രീതിയിൽ ഞാൻ ആ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ത്രെഡ് ചെയ്യുന്നതും ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയതല്ലാതെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, എനിക്ക് ആ സമയത്ത് ഐബ്രോ ഗ്രോത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനതങ്ങ് സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു പാർലറിൽ പോയി ഈ ഒരു ത്രെഡിങ് ചെയ്യുന്നത് കണ്ടു പഠിച്ചവർക്കും ഈ ചെയ്തിട്ടുള്ളവർക്കും ഒക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡ് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുണ്ടാവുക. ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാന്ന്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ്, ഓർഗാനിക്ക. ഓക്കെ, ഇനിയിപ്പോൾ ഇത് വീട്ടിലില്ലാത്തവർ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുവാണല്ലോ, ഇപ്പോൾ അതിന്റെ വീഡിയോ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്നവര് ഈ ഒരു ത്രെഡ് വാങ്ങിയില്ലെങ്കിലും നമുക്ക് വീട്ടിൽ ഏത് ത്രെഡാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ത്രെഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ഒരാൾ ചെയ്യുവാണെങ്കിൽ അധികം പെയിൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് യൂസ് ആവുന്ന ഒരു ത്രെഡാണിത്. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണ്, നിങ്ങൾക്ക് വീട്ടിൽ ഈ ത്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ തയ്ക്കാനൊക്കെ നമ്മുടെ ഡ്രസ്സ് തയ്ക്കാനൊക്കെ എടുക്കുന്ന നോർമൽ ആയിട്ടുള്ള ത്രെഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു ത്രെഡാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് എടുക്കാം. ഞാൻ ആ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് എടുക്കാം. എന്നുവെച്ചാൽ ഒത്തിരി ലെങ്ത് ആയി പോരുത്, ഒരു നോർമൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു ലെങ്ത്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിതാ ഈ ഒരു ലെങ്ത് തന്നെ അധികമാണ്. അപ്പം ഞാൻ ഈ ഒരു ലെങ്ത്തിൽ എടുക്കുന്നത്. ഇത് കണ്ടോ, നമുക്ക് ഇങ്ങനെയാണ് കിട്ടേണ്ടത്. ഇവിടെ വെച്ച് ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു രണ്ടറ്റം കണ്ടോ, ഈ രണ്ടറ്റം നമ്മൾ ഒന്ന് നോട്ടിട്ട് കൊടുക്കും. നമ്മൾ ഈ ഒരു ത്രെഡ് കെട്ടിടുവാണേ, കെട്ടിട്ടു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കെട്ടിട്ട് കഴിഞ്ഞാൽ ഈ ത്രെഡ് നമ്മൾ ഇനി ഒന്ന് നിവർത്തണം. നിവർത്തുമ്പോൾ ദാ ഇത് കണ്ടോ, നമ്മൾ രണ്ട് വിരൽ വെച്ചിട്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ദാ ഈ ഒരു ഷേപ്പാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ ഇനി ട്വിസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അന്ന് ആ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഐബ്രോസ് ഒന്നും വന്നിട്ടില്ല. ഇതിപ്പോൾ എനിക്ക് ഐബ്രോസ് ഉണ്ട്, അതുപോലെ ഫേഷ്യൽ ഹെയർസും ഉണ്ട്. അപ്പോൾ അത് രണ്ടും റിമൂവ് ചെയ്തിട്ട് വേണം എനിക്ക് ഇനി പുതിയ വീഡിയോ കാണിക്കാനായിട്ട്. അതായത് ഞാൻ പറഞ്ഞില്ല, ഒത്തിരി പേര് കമന്റ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ എന്ന രീതിയിൽ എനിക്ക് വീഡിയോസ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ത്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടത് ദാ ഇതുപോലെ നമ്മൾ കെട്ടിട്ടെടുത്ത ഒരു നൂല് വേണം, പിന്നെ സിസേഴ്സ് വേണം. ഞാൻ അറ്റം ഇത്തിരി ബെൻഡ് ആയിട്ടുള്ള ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇതുപോലത്തെ ഒരു ബ്രഷോ സാധാരണ ഒരു കോമ്പോ, കുറച്ച് നേരിയതായിട്ടുള്ള കോമ്പോ, അങ്ങനെ എന്തുണ്ടെങ്കിലും അത് മതി. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ലെവൽ ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ട്വിസ്റ്റ് ചെയ്യുന്നത് മനസ്സിലായില്ല എന്നാണ് എനിക്ക് കമന്റ് വന്നത്. അപ്പോൾ ശ്രദ്ധിച്ചേക്കുക എല്ലാവരും. ദാ ഇതുപോലെ എടുക്കുക. ഇതുപോലെ എടുത്തിട്ട് നമ്മളിത് കണ്ടോ, ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ പിടിച്ചിട്ട് അകത്തേക്ക് ട്വിസ്റ്റ് ചെയ്യാണ് 6 തവണ. പുറത്തേക്ക് ട്വിസ്റ്റ് ചെയ്യുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ എനിക്ക് കുറച്ച് കംഫർട്ട് അകത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അകത്തേക്ക് നമ്മൾ 6 തവണ ട്വിസ്റ്റ് ചെയ്യും. 2, 3, 4, 5, 6. ഇതാണ് നമ്മൾ ഇങ്ങനെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ത്രെഡ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഒരു ബാലൻസ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്കിപ്പം ഇങ്ങനെ കുറച്ച് വിരലുകൾ നമുക്ക് അകത്തിട്ടിട്ടാണെങ്കിലും ചെയ്തു കൊടുക്കാം. പിന്നെ ഇവിടെ നോട്ട് ചിലപ്പോൾ പൊട്ടിപ്പോകും, സാരമില്ല, നമ്മൾ അത് നെക്സ്റ്റ് നൂലെടുക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ അരിക് വീണ്ടും കൂട്ടിക്കെട്ടിയിട്ട് നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് അതായത് കുറച്ച് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ത്രെഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് പെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് പൗഡർ, ടാൽക്കം പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കോമ്പാക്ട് പൗഡർ ഏതാണെന്ന് വെച്ചാൽ അത്. അപ്പോൾ ഇത് ലെഫ്റ്റ് ഐബ്രോ ആണ്. ലെഫ്റ്റ് ഐബ്രോ ചെയ്യുമ്പോൾ നമ്മൾ ഇത് പിടിച്ച് കഴിയുമ്പോൾ ഇത് കണ്ടോ, ഈ ഒരു വശം ചെറുതും ഈ ഒരു വശം വലുതുമാക്കി പിടിച്ചാലാണ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ചെയ്യാൻ പറ്റുക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വേണം, അത് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ റൈറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭാഗം ചെറുതും ഈ ഭാഗം വലുതുമായിരിക്കണം. എന്നിട്ട് നമ്മളത് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് അപ്പം നമുക്ക് ത്രെഡ് ചെയ്ത് കൊടുക്കാം. ക്ലോസപ്പിൽ ഫേസ് കണ്ടിട്ട് ആരും പേടിച്ചു പോരുതിട്ടോ. നമ്മളിപ്പോൾ പിടിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ അല്ലേ? ഈ ഭാഗം ചെറുത്, ഈ ഭാഗം വലുത്. അതായത് ലെഫ്റ്റ് സൈഡ് ചെറുതും റൈറ്റ് സൈഡ് വലുതും ഒക്കെയാണ് പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് കണ്ടോ, അങ്ങനെയാണ് അത് എടുക്കുന്നത്. എനിക്കിപ്പോൾ ഈ ഫോണിൽ നോക്കി ചെയ്യുമ്പോൾ എത്രമാത്രം സക്സസ്ഫുൾ ആകുമെന്ന് അറിയില്ല. എന്നാലും നിങ്ങളെ കുറച്ച് ഹെയർസ് എങ്കിലും റിമൂവ് ചെയ്യണത് കാണിക്കണം എന്നുണ്ട്. ഇതുണ്ടോ, നമുക്ക് ഈ ഒരു ത്രെഡിന്റെ ഉള്ളിലേക്ക് ഹെയർസ് കയറിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മളിതിങ്ങനെ
വലിക്കുന്നത്. പക്ഷെ എനിക്കത് ഇതിനകത്ത് നോക്കിയിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഹെയർസ് അകത്തേക്ക് കയറുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്തായാലും ഞാൻ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫോണിൽ നോക്കിയിരുന്ന് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഡിസ്റ്റർബ് ആവുന്നുണ്ട്. എന്നാലും ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഞാനിപ്പോൾ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. എന്നാലും അത്ര പെർഫെക്ഷൻ കിട്ടിയിട്ടില്ല ഇപ്പോഴും. അപ്പം ഞാൻ എന്തായാലും ഇനി ഈ മുകൾ ഭാഗത്ത് ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണേ. ഇത് കണ്ടോ, നമ്മൾ ഇവിടെ ഇങ്ങനെ കുറച്ച് പിടിച്ചേക്കുവാണ്. ഇത് വലുതാക്കി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇത് കണ്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഹെയർ കയറ്റണം. അപ്പൊ ഹെയർ കയറണമെന്നുണ്ടെങ്കിൽ ഹെയർ കയറേണ്ടത് ഇതാ ഇവിടെയാണ്. ഇതിൽ ഹെയർ കയറണം. അപ്പൊ അത് ഹെയർ കയറാനായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് വലിക്കുമ്പോഴാണ് ഹെയർ കയറുക. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഹെയർ കിട്ടിക്കഴിയുമ്പോൾ ഒറ്റയടിക്ക് അങ്ങ് വലിച്ചേക്കണം. ഈ ഒരു ഭാഗം നമ്മൾ വലിക്കും. ഇങ്ങനെ ഇപ്പൊ വെച്ചിരിക്കുകയല്ലേ, അപ്പൊ ഈ ഒരു ഭാഗം നമ്മ ഇങ്ങനെ വലിക്കും. അപ്പോഴാണ് നമുക്ക് അതിനകത്ത് ത്രെഡ് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. കുറച്ച് പ്രാക്ടീസ് ആവശ്യമുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റിൽ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കുറച്ച് പെയിൻ എന്തായാലും എടുക്കും. എന്താ വെച്ചാൽ ഞങ്ങൾ പാർലറിൽ ബ്യൂട്ടീഷ്യൻ പഠിപ്പിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കാലിലെ ഹെയർസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം കാലിലുള്ള ഹെയർസ് ഇത് വെച്ചിട്ട് എടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫേസിൽ ചെയ്യേണ്ടത്. അപ്പം ആദ്യം നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ ഫേസിൽ ചെയ്തു തുടങ്ങുമ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഹെയർസ് മാത്രം നമ്മൾ ത്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഭാഗം, അതുപോലെ ഈ ഒരു ഭാഗം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഒറ്റയടിക്ക് ആർക്കും ത്രെഡിങ് പഠിക്കാൻ പറ്റില്ല. നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളെ കാലിലുള്ള ഹെയർസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ഹെയർസ് ഇല്ലേ, എക്സ്ട്രാ നിൽക്കുന്ന ഇത്രയും ലെങ്ത്തിൽ ഇവിടെ ഈ ഒരു ഇറക്കത്തിൽ നിൽക്കുന്ന ഈ ഹെയർസ് ഒക്കെ എടുക്കുക. പിന്നെ മുകളിലുള്ള ഹെയർസ് ഒക്കെ എടുക്കാം. അത് അങ്ങനെ പഠിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ഈ ഒരു ലെവലിൽ, അതായത് ഇത് കണ്ടോ ഇത്ര ഷേപ്പ് കൊടുത്ത് നമ്മൾ എടുക്കാനായിട്ട്. അപ്പൊ എന്തായാലും ഞാനൊന്ന് ത്രെഡ് ചെയ്തിട്ട് വരാം. എനിക്ക് ഇനി പുതിയ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ ത്രെഡ് ചെയ്ത് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യണം. വാക്സിങ്ങിലൂടെ ത്രെഡ്, അതായത് നമ്മുടെ ഐബ്രോസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്കിങ്ങനെ ഹീറ്റ്, നമ്മൾ ചെറിയൊരു ചൂടാണെങ്കിലും അത് ഫേസിൽ വെക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഫേസിൽ അലർജിക്കായ ഒരാളാണ് ഞാൻ. ഫേസിൽ അലർജി വന്നിട്ട് മുഖത്ത് നിറച്ച് ആക്നെ വന്ന് അത് വല്ലാത്ത രീതിയിൽ ഫേസ് മിററിൽ നമുക്ക് നോക്കാൻ പോലും ബുദ്ധിമുട്ടായ രീതിയിൽ വൃത്തികേടായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രീറ്റ്മെന്റ് എടുത്താണ് ക്ലിയർ ചെയ്തത്. ഇപ്പൊ 1 ഇയർ മുന്നെയാണ് ട്രീറ്റ്മെന്റ് എടുത്തത്. കുറെ ആയിട്ട് ഒരു 6 മാസം വരെയൊക്കെ ഞാൻ എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ഒക്കെ ചെയ്തു. സ്കിന്ന് നല്ല രീതിയിലൊക്കെ നിന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ഈ ഒരു കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പൊ അങ്ങനെ ഫേസ് കുറച്ചുകൂടെ ഒന്ന് ഡള്ളായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അത് ഇനി വീണ്ടും മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നിങ്ങളുമായിട്ട് അതിന്റെ ഒപ്പം തന്നെ ഷെയർ ചെയ്ത് ഞാൻ പോകുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ ഓട്സിന്റെ പാക്ക് ഇട്ടതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും ഞാനത് കണ്ടിന്യൂ ചെയ്ത് ഒരു ഓർഡറിൽ ഇങ്ങനെ വരുന്ന ടൈമിൽ എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടി വന്നത്. അപ്പൊ അത് അവിടെ വെച്ച് ഡ്രോപ്പ് ആയി. ഇനിയിപ്പോ എന്തായാലും തിരിച്ച് വീണ്ടും ഒരു ഡേറ്റ്സിന്റെ ഒരു പാക്ക് ഉണ്ട്. അപ്പൊ ഞാൻ അത് വഴിയെ കാണിക്കുന്നതായിരിക്കും വീഡിയോസ് ആയിട്ട്. എല്ലാം അപ്ലോഡ് ചെയ്യണം. നമുക്ക് ഒന്നിച്ച് സ്കിൻ എങ്ങനെ നല്ല രീതിയിൽ വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് എങ്ങനെ മേക്കപ്പ് ചെയ്ത് നമുക്കൊരു ഫംഗ്ഷന് പോകുമ്പോൾ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പിരികൊക്കെ ത്രെഡ് ചെയ്ത് ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ മൈക്ക് ഓഫായത് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ആ വോയിസ് ഞാൻ എന്താ പറഞ്ഞതെന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. എന്തായാലും ഇതിപ്പോൾ ഞാൻ ഐബ്രോസിൻ്റെ ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്, ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ ചുരുക്കം പേരിൽ 2 ഐബ്രോസും ഒരേപോലെ ആയിട്ടുള്ളത് കണ്ടിട്ടുള്ളൂ. അതർവൈസ് ബാക്കി എല്ലാവരുടെയും സെപ്പറേറ്റ് ആയിരിക്കും. അതായത് 2 ഐബ്രോസും 2 ഷേപ്പ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ
ഇതുപോലൊരു ഞാനിപ്പോൾ എൻ്റെ ഐ ഷാഡോ പാലറ്റിലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇപ്പം ഐലൈനറോ അല്ലെങ്കിൽ ഐബ്രോ പെൻസിലോ എന്തെങ്കിലും കൊണ്ട് നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ബ്രഷ് കൊണ്ട് കോംബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഏകദേശം ഒരേപോലെ തന്നെ ലുക്ക് വരുന്ന വിധത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ സത്യം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് പക്ഷേ ഓർമ്മയില്ല കേട്ടോ. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് ശരിക്കും അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയത് തന്നെ എൻ്റെ ആ ഒരു വോയിസ് കട്ടായത് കൊണ്ടാണ്. ഞാൻ പിന്നീട് അത് ചെയ്യേണ്ടെന്ന് വെച്ചെങ്കിലും ഞാൻ വിചാരിച്ചു ഇല്ല, ഇനിയിപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഐബ്രോസൊക്കെ ഒരുവിധം വളരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്.